സർക്കാരന്മാർ ഒരു കറക്റ്റായിട്ടുള്ള ഇതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി ബ്ലോക്ക് ചെയ്താണ് നിർത്തി വെച്ചിരിക്കുന്നത്. കൊണ്ടുവന്ന കറക്റ്റ് അവിടെ നിന്ന് വളവിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്താണ് കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കുന്നത്. ഇയാളൊക്കെ എവിടുത്തെ ഡ്രൈവറാണെന്ന് ഇങ്ങോട്ട് അവിടെ ചില നീക്കി നിർത്തി ആൾക്കാരെ കേട്ടാവുള്ളതിന് വളഞ്ഞു വരുന്ന ആ വളവിൽ തന്നെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. റോഡൊക്കെ നോക്കി അടിപൊളി. അത് കുഴപ്പമില്ല. മരങ്ങളൊക്കെ നോക്കി അതേപോലെ ചക്ക അത് കണ്ടോ നോക്കി വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ നോക്കി മറ്റേ ഈ നൊങ്ക് കട. അവിടെ ഒരു മാവ് വലിയൊരു മാവ് നിൽക്കുന്നുണ്ട് ഇവിടെ. അതായത് ഒരു പാലമാണ്. പാലത്തിന്റെ അടിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. മണ്ണടിക്കോണം. ഞാൻ എവിടെയൊക്കെ സ്ഥലം നോക്കി എത്തി. പാവപ്പെട്ടവർ വന്ന് ചോദിക്കുന്നത് 20-25 രൂപയ്ക്കുള്ള വീടുകളാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യം അതേപോലെയാണ്. സ്ഥലങ്ങളൊക്കെ ഭയങ്കര വില. പിന്നെ വീട് വെച്ചിട്ടിട്ട് വീട് നല്ല റേഞ്ചിനാണ് കൊടുക്കുന്നതെന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷേ വില പോലെ കിട്ടാതൊക്കെയാണ് വിലപ്പെട്ട ആൾക്കാരെ കൊടുക്കുന്നത്. കിട്ടുന്നവന്മാർക്ക് നല്ലതായിട്ട് കിട്ടും. പക്ഷേ കൂടുതൽ പേരും ലോണൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അവർക്ക് അതിനകത്ത് വലിയ മുതൽ മുടക്കിയാൽ അവർക്ക് അതിനകത്ത് ലാഭമൊന്നും കിട്ടാറില്ല. അവരതിൻ്റെ കൂടെ കിടന്ന് ഒരു വർഷം കിടന്ന് ഓടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വീട് കച്ചവടമാകുന്നത്. അതിനകത്ത് ഒരു പ്രോഫിറ്റും കാണുന്നില്ല. ചിലവർക്കൊക്കെ കിട്ടുന്നവർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ വില കുറച്ച് കൊടുക്കില്ല. അവരൊക്കെ വില കിട്ടിയിട്ടേ കൊടുക്കുള്ളൂ. ഇതിനകത്ത് പ്ലോട്ട് കിടപ്പുണ്ട്. അങ്ങ് താഴെ കുടിക്കകത്ത് താഴെ മറ്റേ തോടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. തോണ്ട സൈഡ് ഉണ്ടെങ്കിൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്കര നേരെ. അവിടെ ഒരു നല്ലൊരു ജ്യൂസ് കടയുണ്ടല്ലോ. അതാണ് ഇതുണ്ടാക്കും. കടയാണ്. അവിടെ മീനൊക്കെ വച്ചിരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീൻ. ഒരു ആംബുലൻസ് കിടപ്പുണ്ട്.
ഓഡിറ്റോറിയത്തിൽ നമ്മൾ കല്യാണം കൂടെ വന്നതാണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വാഹനം അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ പോവുകയാണ്. കല്യാണ മണ്ഡപം ഇതായിരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓഡിറ്റോറിയം നെയ്യാറ്റിൻകരയാണ്. കല്യാണം എല്ലാം കൂടി നമ്മൾ വേണ്ട നെയ്യാറ്റിൻകര ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. 11:30-ക്കായിരുന്നു കെട്ട് അല്ലേ? 11:30-ക്ക് കെട്ടായിരുന്നു. ഓണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. രണ്ടര പെട്രോൾ പമ്പുണ്ട് വലത്തെ സൈഡിൽ. വഴിയുടെ സൈഡിലെല്ലാം ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നെയ്യാറ്റിൻകര ആശുപത്രി കഴിഞ്ഞു. ആശുപത്രി മുകളിലോട്ടല്ലേ? ഇത് നമ്മൾ എങ്ങോട്ട് പോകണത്? ഇതാണ് നമ്മൾ നെയ്യാറ്റിൻകര ടൗണിൽ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമരവിള. അമരവേള. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വഴി തെറ്റിയാണ്. അമരവിള വഴിയൊക്കെ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൗണ് നമ്മൾ വഴി ശകലം മാറിപ്പോയി. അമരവിളയുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരെ നമ്മൾ പോയി. വഴി മാറിപ്പോയത്. നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല വെയിലുണ്ട്, മഴക്കോളും ഉണ്ട്. അപ്പം നമ്മുടെ നെയ്യാറ്റിൻകര ടൗണാണ് ഈ കാണുന്നത്. ഇനി പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടി പോയിട്ടല്ലേ കയറാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ കയറാൻ പറ്റും ഇല്ലേ? ആലുമൂട് ജംഗ്ഷനിൽ നമ്മൾ നേരെ കണ്ടിരിക്കുകയാണ്. ബസ് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. ഫ്രീ ബസ്സിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. എന്തുമാത്രം ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആശുപത്രി ഇതാണ്, ഹോസ്പിറ്റല്. ആശുപത്രി ഫ്രണ്ടിലുള്ള കടകളാണ് ഈ കാണുന്നതെല്ലാം. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും നാളെ കാണാം. ഗുഡ് ബൈ, ടാറ്റ, സീ യു.